അപ്പുറത്ത് നിന്നൊരു കാട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് സൂം ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ദേ ഇവിടെ എല്ലാം നിപ്പുണ്ട്. കണ്ടോ? ദേ കണ്ടോ ഗൈസ്? വീഡിയോ മുന്നേ ഇങ്ങനൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നായിരുന്നു നമ്മുടെ പാഞ്ചാലിമേട് പോയിട്ട് വരാട്ടുമേട് പോകുന്ന കാര്യം. ആക്ച്വലി നമ്മൾ വരാട്ടുമേട് പോയിരുന്നു. വരാട്ടുമേട് പോയി വീഡിയോ ഷൂട്ട് ചെയ്തു, കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു. അവിടെ ഒരു വാട്ടർഫാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഷൂട്ട് ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാം, നമ്മുടെ ഞാൻ വീഡിയോ പോയി. എടുത്ത വീഡിയോ എന്ത് സംഭവിച്ചു, ഡിലീറ്റായി പോവുകയോ എന്ത് സംഭവിച്ചു, ആ വീഡിയോ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് വരാട്ടുമേട് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ വരാട്ടുമേട് ചെന്ന് അവിടെ ജസ്റ്റ് ചെല്ലുന്നൊരു വീഡിയോ മാത്രം കിടപ്പുണ്ട്. പിന്നെ വരാട്ടുമേട് അവിടെ കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിലുള്ളത്. അപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ സംഭവം പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തുടക്കമാണ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കുറവാണ്, വളരെ കുറവാണ്. മാക്സിമം കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് മെയിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് കുറേ കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ പോയപ്പോൾ, എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു, കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് അവിടെ ചെന്നിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനല്ല, നമ്മളിങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടി ഒന്ന് സംഭവമാക്കണം. അതായത് നമ്മളടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അതിനെക്കുറിച്ചൊക്കെ പറയണം, അത് തിരക്കി പഠിച്ച് അങ്ങനെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം. നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. മെയിനായിട്ടുള്ള കാരണം ഇതൊക്കെയാണ് കേട്ടോ. നമുക്ക് തുടക്കത്തിൻ്റെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഫാൻ ഇട്ടിട്ടില്ല, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ ചൂടാണ്, ഭർത്താവ് കേൾക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കൂടെ നിൽക്കുക. വീഡിയോകൾ എന്തായാലും നല്ല നല്ല വീഡിയോകൾ ചെയ്യുക. പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ചുമ്മാ എടുത്തിട്ട് പോയി വീഡിയോ എടുത്തിട്ട് സംസാരിക്കുക മാത്രമല്ല, കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിച്ചു നന്നായിട്ട് ചെയ്യാം. കാടനാണ് ടോപ്പിൽ സൂം ചെയ്യുന്ന. ഇത് കണ്ടോ, ഇത് കാട്ടിയാണ് നിൽക്കുന്നത് കേട്ടോ, കാട്ടുപോത്ത്. നമ്മൾ ഇത് വീഡിയോയിലാണ് ഇങ്ങനെ കാണുന്നത്, നമുക്ക് ഫോട്ടോയിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും കേട്ടോ. ക്യാമറ ഓണാക്കി സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സാധനം നിൽക്കുന്നുണ്ടോ, എവിടെയാണെന്ന് നോക്കാം നിൽക്കുന്നത്. ഓ ഗായ്സ്, നമ്മളങ്ങനെ കാട്ടിയെ കണ്ടു കേട്ടോ. ഹൈറ്റ് എപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അവൻ പുല്ല് മേഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ പറ്റും, അങ്ങോട്ട് പോകാൻ പറ്റും. ഇതിലേ കൂടെ നോക്കാം, താഴോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കാം. ഇപ്പം കുളിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തം ഇതല്ലേ. ഇത് മറ്റേ മരമൊക്കെ മേളിൽ നിന്ന് വീണതാ കേട്ടോ. ഓ, ഇതിൽ മുഖം കഴുകുന്ന റിസ്ക്കാടെ. നമുക്ക് വെള്ളം പിടിച്ച് കഴുകാം, അങ്ങ് പോകുന്ന ഒഴിക്കുന്നേ. ഗൈസ്, ഇത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇവിടെ വരുന്നവരെല്ലാവരും വെള്ളച്ചാട്ടം കണ്ടിട്ടൊക്കെ പോകുന്നു. ഇത് കണ്ടോ വേസ്റ്റ് ഇട്ടേക്കുന്നത്, ഫുള്ള് വേസ്റ്റ്. നമുക്ക് പോകുന്ന വഴി കഴുകാം, പോകുന്ന വഴി കഴുകാന്ന്. അവിടെ കാണുന്നു റോഡ് സൈഡിൽ നിന്ന് കഴുകാം. അവിടെ നിന്നൊരു കാട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് സൂം ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ദേ ഇവിടെ എല്ലാം നിപ്പുണ്ട്. കണ്ടോ? ദേ കണ്ടോ? ഇത് കാട്ടുപോത്ത് എന്ന് പറയുന്നത്, പക്ഷേ ഇതിൻ്റെ മലയാള നാമം കാട്ടി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മലയാളത്തിൽ കാട്ടി എന്ന് പറയാം, അല്ലാതെ അതിന് ഗൗർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യയിലെ വനങ്ങളിലാണ്. ആ ഏഷ്യയിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടികളുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്.
ഓക്കെ, നമ്മൾ ഒരു കാട്ടിയെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. ദേ 1, 2 അതെന്തോന്നൊരു പിടിയില്ല കേട്ടോ. അതിലൂടെ എന്തോ വേറൊരു കളർ ഒരു സാധനം നിൽക്കുന്നുണ്ട്. കാട്ടിക്ക് ആ കളറല്ല, എല്ലാം ബ്ലാക്ക് അല്ലേ. ഒരു ചാര കളർ എന്തോ പറഞ്ഞു. 1, 2, 3, 4, 5, 6 ഉള്ളു. ഇവിടെ കണ്ട് നിന്നൊരെണ്ണം എന്തിയായിരുന്നു, അത് കയറിപ്പോയെന്ന് തോന്നുന്നല്ലേ. പക്ഷി ആ മരത്തിൽ ഈ മരത്തിൽ അത് ആ മരം ഈ മരവാ പക്ഷിയല്ല കണ്ടോ ഗൈസ് നമ്മുടെ. പക്ഷെ ഇതിനെയൊക്കെ അടുത്ത് കാണാൻ ഒരു വഴിയില്ലല്ലോ. സംഭവം നേരം കൊള്ളാം കേട്ടോ. നമ്മുടെ ഈ വീഡിയോയെക്കാട്ടിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലാണ് കേട്ടോ നമ്മുടെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ. ഇപ്പം ക്യാമറയിലൊന്നും എന്തായിരിക്കും എനിക്കത് അറിയാൻ തുരപ്പുണ്ട്. എനിക്ക് നമുക്ക് കുറച്ച് നേരം നോക്കാം. നമുക്ക് ഇപ്പം ടൈം ഒരു 4 ഒരു കോട ചെറിയായിട്ട് കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് കാട്ടിയെ കാണാൻ പറ്റി, അത് ദൂരെ നിന്നിട്ടായാലും കാണാൻ പറ്റി. ഒരെണ്ണേ കണ്ടല്ലോ. ഒരെണ്ണം ഞാൻ ചെറിയൊരു ഡൗട്ട് വെച്ചിട്ട് നോക്കിയാ കേട്ടോ. ഞാനിങ്ങനെ നിന്നേ വെറുതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ മലയുടെ ടോപ്പിൽ എന്തോ ഒരു കറുപ്പ് പോലെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് കാട്ടിയാണെന്നുള്ളൊരു ഇതെനിക്ക് ഐഡിയ വരുന്നില്ല. ഞാനിനി ചിലപ്പം ആന വല്ലതും ആണോ വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. അങ്ങനെ ക്യാമറ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ സ്വന്തം കാട്ടി, ഒരു കാട്ടി, ഒറ്റൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിനെ ഞാൻ അവിടെ നിന്നവരെയൊക്കെ വിളിച്ച് കാണിച്ചു. എല്ലാവരും വന്ന് കണ്ടു. അപ്പോൾ എല്ലാവരും നോക്കി, എല്ലാവരും കണ്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ മറ്റേ ഏതാണ് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും വൈഫും കൂടി ഞങ്ങൾ മുന്നോട്ട് നമ്മുടെ വീട്ടിൽ പോകാനായിട്ട് നമ്മൾ തിരിച്ച് ആ റൂട്ടിൽ തന്നെ വരുന്ന സമയത്താണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പക്ഷേ നമുക്ക് ഒരുവിധം ക്ലിയർ ആയിട്ട് കാണാം അല്ലേ കൂ, ഒരുവിധം ക്ലിയർ ആയിട്ട് ഒരു മലഞ്ചരിവിന് ഒരു ചരിഞ്ഞൊരു ഭാഗം അവിടെ ഇങ്ങനെ കുറേ കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം കൂട്ടത്തോടെ അതിനകത്ത് കാണും. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്നത് വെറും 4-5 എണ്ണം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ഞങ്ങളവിടെ സൂം ചെയ്ത് പിന്നെ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഒരു കാട്ടിയെ എനിക്ക് നേരിട്ട് കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ അച്ചൻകോവിൽ വനത്തിൽ പോയത്. അച്ചൻകോവിൽ ഫോറസ്റ്റിൽ പോയിട്ട് നമുക്കന്ന് കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നത് മഴ സമയമാണ്, പിന്നെ എല്ലാം ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അന്ന് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ വിഷമം തീർത്ത് ട്രിവാൻഡ്രം സൂവിൽ പോയിട്ടാണ് സൂവിൽ പോയി കാട്ടിയെ കണ്ടു. പിന്നീടെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു കേട്ടോ. ഇന്ന് നമുക്കത്ര അടുത്തൊന്നും കാണാൻ പറ്റിയില്ല, ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും കൂട്ടിലിടാത്തൊരു എന്താ പറയുക കാട്ടിയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. അത് വലിയ സന്തോഷം. വലിയൊക്കെ അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് കണ്ടപ്പോൾ അവിടെ കുറേ പേര് വന്നു. പക്ഷെ വന്നപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവരെ സൂം ചെയ്ത് കാണിച്ചു ക്ലിയറായിട്ട്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ കണ്ടു. ഭയങ്കര മഴ, നമ്മളിവിടെ കയറി നിൽക്കുക. ഭയങ്കര മഴ. നമ്മുടെ കയ്യിൽ നിന്നും മഴയുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ ആയിരുന്നു സ്ഥലം ഒരുമലി കഴിഞ്ഞല്ലേ? നല്ല മഴ കേട്ടോ. ഞങ്ങൾ കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. കൈപ്പട്ടൂരെത്തി ഞങ്ങളിവിടെ കാപ്പി കുടിക്കാൻ കയറി. ഇനി കാപ്പി കുടിക്കണം, വീട്ടിൽ പോകണം. ഗൈസ് മഴ, പക്ഷെ ഇവിടുന്ന് മഴ പെയ്തിട്ടില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയായിപ്പോയി കേട്ടോ. ഭയങ്കര മഴ. ഞങ്ങൾ കുറേ നേരം കയറി നിന്ന് കുഴഞ്ഞ് പിന്നെ അങ്ങനെ നിന്ന് കുഴഞ്ഞ് അവസാനം മഴ തോന്നില്ല. ഞങ്ങൾ പിന്നെ കയറി. മഴയെങ്കിൽ മഴ. അങ്ങനെ ഞാൻ ഇട്ടിരുന്ന ടീഷർട്ട് മൊത്തം ഒന്നാണ് ഞാൻ എല്ലായിടത്തും ബാഗിനകത്ത് വെച്ച്. പിന്നെ ഈ ജാക്കറ്റ് എടുത്തിട്ട് അപ്പവും ജാക്കറ്റ് ഇട്ട് ഞങ്ങളൊരു നല്ല മഴയായിരുന്നില്ലേ നമ്മളെ മഴയത്ത്. പിന്നെ ഞങ്ങളിവിടുന്ന് മഴ തോർക്കണം നനയാൻ പറഞ്ഞടുത്ത് അങ്ങനെ നമ്മുടെ എരിവേലി കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് മഴ തോന്നും. അങ്ങനെ പിന്നെ ഞങ്ങൾ റാന്നി കഴിഞ്ഞ് ഇപ്പം നമ്മൾ കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചിട്ട് ഇപ്പോൾ അടുത്തത് നമുക്ക് കൈപ്പട്ടൂർ, ഇത് ഓമല്ലൂരല്ലേ?
ഓമല്ലൂർ, അടുത്ത കൈപ്പട്ടൂർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പന്തള. നമുക്ക് അങ്ങനെയാണ് പോകേണ്ടത്. അങ്ങോട്ടൊന്നും മഴ പെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ വന്നിട്ട് നല്ല മഴയായിരുന്നു. ഓക്കെ, നമ്മൾ കഴിക്കാനിവിടെ കയറി ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വന്നില്ല, നമ്മൾ വെയിറ്റിങ്ങില്ല. ഓക്കെ ഗൈസ്, ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് വരാട്ടുമേടി ഈ ഒരു വീഡിയോ മാത്രമാണ്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ബാക്കി വീഡിയോസ് എല്ലാം നമ്മളെടുത്തല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് വരാട്ടുമേട് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി മഴ സീസണിൽ നമ്മൾ എന്തായാലും ഇവിടെ വരും, നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ കുറച്ച് അടിപൊളിയാക്കുന്നതായിരിക്കും. നമ്മുടെ ഐഡിയകളും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പോയേക്കുവാണ്. ഓക്കെ, ബൈ.